ഇല്ലാതെ പോയി. എങ്ങനെ പറയാനാണ്? ഈ തിരുത്തണ്ട വാപ്പയാണ് ഒന്നാമത് ഡാൻസ് കളിക്കുന്നത്, ഉമ്മയാണ് കിടന്ന് ഡാൻസ് കളിക്കുന്നത്. 15ഉം 20ഉം വയസ്സുള്ളവരുടെ കഥയല്ല, 40ഉം 50ഉം കഴിഞ്ഞവര് പോലും എന്തെല്ലാം പേക്കൂത്തുകളാണ് കാണിക്കുന്നത്. ലക്ഷങ്ങളെ ചെലവഴിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്നറിയുമോടാ? കൊട്ടാരമുള്ളവനല്ല, അധികാരമുള്ളവനല്ല, സമ്പത്തുള്ളവനല്ല മോനെ. ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയുമോ? അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നവനാടാ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാഹുവേ, അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഒരു പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടിയ ഭർത്താവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നത് പോലെ പണമുള്ളവളല്ല, സൗന്ദര്യമുള്ളവളല്ല, വിദ്യാഭ്യാസം കൂടിയവളല്ല, അറിയപ്പെടുന്ന കുടുംബത്തിലെ പെണ്ണല്ല. അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം കഴിക്കാറ്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, തുൻകഹുൽ മർഅതു ലിഅർബഇൻ, 4 കാര്യങ്ങൾ ഖുത്ബ സമയത്ത് ഉസ്താദ് ഖുത്ബ ഓതുമ്പോ പറയുമല്ലോ. മോനെ, സമ്പത്തല്ലടാ, സൗന്ദര്യമല്ലടാ, കുടുംബ മഹിമയല്ലടാ, ഫദ്ഫറു ബിദാത്തിദ്ദീൻ, ദീനുള്ള പെണ്ണിനെ വേഗം വിവാഹം കഴിക്കാറ്. എന്തേ പ്രയോജനമെന്നറിയുമോ? ദീനുള്ള പെണ്ണിനെ വിവാഹം കഴിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മോനെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നാര മകളുടെ വിവാഹം കഴിഞ്ഞു. അലിയാർ തങ്ങളാണ് ഫാത്തിമാനെ വിവാഹം കഴിച്ചത്. അങ്ങനെ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ ആദിരാത്രിയിലും മണിയറയ്ക്കകത്ത് പോകും.